ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? അതായത് രാവിലെ ബോസിന്റെ അടുത്ത് നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ അത് ആലോചിച്ച് വിഷമിക്കുക. ഒരാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, അവരോട് ദേഷ്യപ്പെടുക. ഇങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഇതുപോലെ ഇമോഷൻസിന്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. പലപ്പോഴും ഒരു ഇതുപോലുള്ള ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് പോസ് ചെയ്തതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യുക. പെട്ടെന്ന് കയറി ഒന്ന് റിയാക്ട് ചെയ്യാതെ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുക. അപ്പം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം, സ്റ്റോപ്പ് ടെക്നിക്ക്. അപ്പോൾ ഈ സ്റ്റോപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറയുക. സ്റ്റോപ്പിന് എസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ടി സ്റ്റാൻഡ്സ് ഫോർ ടേക്ക് എ ഡീപ് ബ്രത്ത്. അതൊരു ഡീപ് ബ്രത്ത് എടുക്കുക. ഒ സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശരീരത്തെയും അതുപോലെ തന്നെ മനസ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതായത് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ പല പല തോട്ട്സ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജസിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ചില ആൾക്കാർ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ കൈ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാവും, നെറ്റ് ചുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജസ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അടുത്തത് പി എന്ന് പറയുന്നത് പ്രൊസീഡ് വിത്ത് അവയർനെസ്. അപ്പം നിങ്ങൾ ആ ഒരു അവയർനെസ്സോട് കൂടി നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്റ്റോപ്പ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു അവബോധത്തോടു കൂടി നമുക്ക് കാര്യങ്ങളെ നോക്കിക്കണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. പല ഇഷ്യൂസിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.